ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ വരയ്ക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു y = f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സിനും വൈനൊക്കെ നമ്മൾ പോയിന്റുകൾ കൊടുക്കുന്നു, പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു, കോർഡിനേറ്റുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയാം അല്ലേ. പക്ഷെ അത് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല. നമ്മൾ കുറച്ചും കൂടെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനി ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് കാണുക എന്നുള്ളതാണ്. എന്താണ് കാണേണ്ടത്? എക്സ് ഇൻ്റർസെപ്റ്റുകൾ കാണുക എന്നുള്ളതാണ്. ഈ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അത്ര ചിന്തിക്കാനൊന്നുമില്ല. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ f(x) തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ y = f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് y = 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടില്ലേ, എക്സിന് കുറച്ച് ആൾക്കാരെ നമ്മൾ കിട്ടില്ലേ. ചുരുക്കി പറഞ്ഞാൽ റൂട്ടുകൾ അറ്റ് വിച്ച് പോയിന്റ് ഇറ്റ് ക്രോസസ് ദ എക്സ് ആക്സിസ് എന്ന് നമ്മൾ പറയില്ലേ. അങ്ങനത്തെ ആൾക്കാരേനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കേണ്ടത്? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷന് y = f(x) ആണെന്നുണ്ടെങ്കിൽ അതിന് y-ന് 0 കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടണ എക്സിൻ്റെ വിലകൾ കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചാൽ ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് ആരെ കണ്ടുപിടിക്കേണ്ടി വരും? എക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാരാ? y ഇൻ്റർസെപ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അടുത്തത് ആരെ കാണണം? രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും രണ്ടാമത്തെ ആൾ? y ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. ആരായിരിക്കും? y ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് y = f(x) f(x) എന്ന് പറയുന്ന ഫംഗ്ഷനിൽ y-ന് 0 കൊടുത്തപ്പോഴാണ് എക്സിൻ്റെ വില കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ y ഇൻ്റർസെപ്റ്റ് നേരെ തിരിച്ചാവണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ അവിടെ y-ന് എന്ത് വാല്യൂ ആണോ വരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? y ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ y എന്തു വിലയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? y ഇൻ്റർസെപ്റ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ പഠിച്ചു, y ഇൻ്റർസെപ്റ്റ് കാണാൻ പഠിച്ചു. ഇനി അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് അസിംപ്ടോട്ടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടോ, ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് എങ്ങനെ കാണുകയെന്ന്, വെർട്ടിക്കൽ അസിംപ്ടോട്ട് എങ്ങനെ കാണുക നമുക്കറിയാമല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ±∞ എയോ അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അസിംപ്ടോട്ട് ഉണ്ട് എന്ന് പറയാം. മറ്റേതാണെങ്കിൽ തിരിച്ച് അല്ലേ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ±a f(x) ചെയ്യുമ്പോൾ ±∞ പോകുമ്പോൾ മറ്റൊരു അസിംപ്ടോട്ട് ഉണ്ട് നമ്മളവിടെ പറഞ്ഞു. ഏത് രണ്ട് അസിംപ്ടോട്ടാണെന്ന് ആലോചിച്ച് നോക്കുക. ഡെഫിനേഷൻ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നു അസിംപ്ടോട്ടിൻ്റെ ഡെഫിനേഷൻ ഉണ്ടായിരുന്നേ? ഓർക്കുന്നുണ്ടോ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ±∞ f(x) എന്ന് പറയുന്നത് a ആകുമ്പോൾ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് ഉണ്ടാകുമെന്നും ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ±a f(x) എന്ന് പറയുന്നത് ±∞ ആകുമ്പോൾ അതിനവിടെ വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടാകുമെന്നും നമ്മൾ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അസിംപ്ടോട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് ഇനി അവിടെ കാണേണ്ടത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇതിൽ എൻഡ് ബിഹേവിയർ ജസ്റ്റ് കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എൻഡ് ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അവരവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു +∞ f(x) ആരാണെന്നും അയാൾ എവിടേക്കാണ് പോകുന്നതെന്നും അതുപോലെ തന്നെ ലിമിറ്റ്
എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആരാണ് എന്നുമാണ് അവിടെ കണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എക്സ് ഇൻ്റർസെപ്റ്റ് കാണണം, പിന്നെ വൈ ഇൻ്റർസെപ്റ്റ് കാണണം പറഞ്ഞു. ഇപ്പോൾ മൂന്നാമത് പറയുന്നു എന്ത് കാണണം എന്നാണ് പറയണത് അവിടെ, എൻ ബിഹേവിയർ കാണണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താണെന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താണെന്നും കാണണം എന്നാണ് പറയുന്നത്. ഇനി അവിടെ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇൻക്രീസിങ് ഫംഗ്ഷന് ഡിക്രീസിങ് ഫംഗ്ഷന് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ശരിക്കും ആരെ കാണണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവും കാണാം നമുക്ക് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് വേണം. എളുപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ സഹായത്തോടുകൂടെ എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. അതിനുശേഷം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് മാത്രം കണ്ടാൽ പോരാ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടെ നമ്മൾ ആരെ കണ്ടുപിടിക്കണം, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അതോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് മാത്രം നമ്മൾ അവിടെ നോക്കിയാൽ പോരാ, അതിൽ നിന്ന് റിലേറ്റീവ് എക്സ്ട്രീമാസ് ഉണ്ടെങ്കിൽ റിലേറ്റീവ് മാക്സിമം പോയിന്റുകൾ നമ്മൾ കാണണം. റിലേറ്റീവ് മിനിമം പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് കാണണം. ഇനി അല്ല എക്സ്ട്രീമുകളാണെങ്കിൽ എക്സ്ട്രീമാസ് കാണണം. പിന്നെയോ ഇപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്തായാലും ഇതൊക്കെ കാണേണ്ടി വരും അല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ആരെയും കൂടെ കണ്ടുപിടിച്ച് നോക്കി നോക്കാം. പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ പോയിന്റുകൾ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പോയിന്റുകളെല്ലാം നമ്മൾ കാണണം. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഒരു ഗ്രാഫ് പ്രോപ്പറായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണമാണ്, ഒരൊറ്റ എക്സാമ്പിളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ അതേ എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാൻ പറ്റിച്ചാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഈ സാധനത്തിൽ നമ്മൾ ഫോണിൽ ഇത് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. അപ്പോൾ നേരിട്ട് ക്ലാസ്സിൽ വരുന്ന സമയത്ത് തന്നെ ഞാനത് കൃത്യമായിട്ട് ബോർഡിൽ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് എളുപ്പത്തിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x³ മൈനസ് 3x പ്ലസ് 2 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളവിടെ ആദ്യം പറഞ്ഞത് എന്ത് കാണാനായിരുന്നു, ഫസ്റ്റ് കണ്ടീഷൻ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആവശ്യം വന്ന ആൾക്കാർ ആരൊക്കെ ചോദിച്ചാൽ അതിലാദ്യത്തെ ആള് എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം, എക്സ് ഇൻ്റർസെപ്റ്റിനെ കണ്ടുപിടിക്കണം. ആരായിരുന്നു എക്സ് ഇൻ്റർസെപ്റ്റ്? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന ആള് y = 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വിലകളെയാണ് നമ്മളവിടെ എന്തെന്ന് വിളിച്ചത്, എക്സ് ഇൻ്റർസെപ്റ്റുകൾ എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ് ഇൻ്റർസെപ്റ്റ് വരിക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എന്താണ് എക്സ് ഇൻ്റർസെപ്റ്റ് വരിക ഒന്ന് നോക്കിക്കേ. ഇവിടെ y-ന് 0 കൊടുത്താൽ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാണ് ആര്, y എന്ന് പറയുന്ന ആള്. അങ്ങനെയാണെങ്കിൽ y-ന് 0 കൊടുത്താൽ എന്താണ് സംഭവിക്കുക, വേറൊരു കളർ എടുക്കാം അല്ലേ, ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ y-ന് 0 കൊടുത്താൽ എന്താ സംഭവിക്കുക, 0 = x³ മൈനസ് 3x പ്ലസ് 2 എന്ന് വരും. ഐ തിങ്ക് യു ക്യാൻ ഫാക്ടറൈസ് ദ സെയിം. നിങ്ങളതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ്
1ൻ്റെ സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. x+2 ഇൻറ്റു x-1ൻ്റെ ഹോൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ സാധിക്കും. ഇനി ഇവിടെ എന്താ പറയണത്? ഇതിനെ ഓരോന്നിനും ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് എന്താ വരിക? x+2 = 0 എന്ന് വരും. x+2 = 0 എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയണത് -2 ആവുകയും x-1 എന്ന് പറയണത് 0 എന്ന് പറയുമ്പോൾ x = 1 ആവുകയും ചെയ്യും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ 2 പോയിന്റുകൾ കിട്ടുന്നുണ്ട്. ആ 2 പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് കയ്യോടുകൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിലൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സിന് 0 ആകുന്ന സമയത്ത് y 0 ആകുന്ന സമയത്ത് ആദ്യത്തെ കേസിൽ y 0 ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് -2 ആവുകയും രണ്ടാമത്തെ കേസിൽ എക്സ് എന്ന് പറയുന്നത് 1 എപ്പോൾ y എന്ന് പറയുന്നത് 0 ആകുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ 2 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ കയ്യോടുകൂടെ പോയിന്റ് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഇനി ഇവിടെ പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആരെയായിരിക്കും? സ്വാഭാവികമായിട്ടും എക്സ് ഇൻ്റർസെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ് = 0 ആകുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് വൈൻ്റെ വിലകളെയാണ് നമ്മളവിടെ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ f(x) എന്ന് പറയുന്ന ആൾ y എന്ന് പറയുന്ന ആൾ ആരായിരുന്നു എന്നാണ് നമ്മൾ സംസാരിച്ചു വന്നത്? y എന്ന് പറയുന്ന ആൾ y = x³ - 3x + 2 ആയിരുന്നു. അറ്റ് x = 0 അറ്റ് x = 0 എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് y എന്ന് പറയുന്നത് 0×3 0 -3 × 0 0 +2 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ y എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ അവിടെ പോയിന്റ് y എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടി. എക്സ് 0 ആകുമ്പോൾ y എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് കഴിഞ്ഞു, y ഇൻ്റർസെപ്റ്റ് കഴിഞ്ഞു അല്ലേ? ഇനി ഇവിടെ നമ്മൾ അറിയേണ്ടത് ആരെക്കുറിച്ചാണ്? എൻഡ് ബിഹേവിയർ കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത് അല്ലേ? ഇനി അടുത്ത് അവിടെ കണ്ടുപിടിക്കാനുള്ളത് ആരെക്കുറിച്ചാണ്? അപ്പോൾ എൻഡ് ബിഹേവിയർ ആണ് കാണേണ്ടത്. എൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കാണാൻ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു +∞ f(x)ഉം അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ f(x)നെ കുറിച്ചും നമ്മൾ പറയണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു +∞ f(x) എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു +∞ f(x) എന്ന് പറയുന്ന ആൾ x³ - 3x + 2 ആയിരുന്നു. നമ്മളവിടെ ലിമിറ്റിൻ്റെ ഇൻഫൈനൈറ്റ് ലിമിറ്റിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഹയ്യസ്റ്റ് പവർ എക്സിൻ്റെ ഹയ്യസ്റ്റ് പവറിന് ആ ഇൻഫിനിറ്റി കൊടുത്താൽ കിട്ടുന്ന ആൻസറിലേക്ക് ആയിരിക്കും ഇത് കൺവേർജ് ചെയ്യുക, അത് ഉത്തരം വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അതിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ +∞ തന്നെയാണ് ഉത്തരം വരിക അല്ലേ? അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ x³ - 3x + 2 എന്ന് പറയുന്നതിന് എന്ത് കൺസിഡർ ചെയ്താൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ x³ കൺസിഡർ ചെയ്താൽ മതി. -∞ ക്യൂബ് അവിടെ വരുന്നത് എന്ത് തന്നെയാണ്? -∞ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻഡ് ബിഹേവിയർ എന്താണ് എന്ന് നമ്മളവിടെ പരിഗണിച്ചു അല്ലേ? അപ്പോൾ നമ്മളവിടെ പറഞ്ഞതിൽ ആ പുള്ളിക്കാരൻ ഇൻഫിനിറ്റിയിലേക്കും -∞ പോകുന്നുണ്ട് എന്ന തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? സംസാരിക്കുകയും ചെയ്തതാണ് ആണല്ലോ.
ഇനി നമ്മളവിടെ കാണേണ്ടത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ പറയുന്നത് ഈ ഫംഗ്ഷന് ഡിക്രീസിങ് സ്വഭാവത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇൻക്രീസിങ് സ്വഭാവത്തെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മളിനി പറയാൻ പോകുന്നത് മാക്സിമ മിനിമം കൺസെപ്റ്റ് അതുപോലെ തന്നെ കോൺകേവിറ്റി അപ്പ് കോൺകേവിറ്റി ഡൗൺ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോൺകേവിറ്റി അപ്പ് കോൺകേവിറ്റി ഡൗൺ എന്നുള്ളതൊക്കെ നമുക്ക് പറയാനറിയാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരാൾ എന്ന് പറയുന്നത് റിലേറ്റീവ് എക്സ്ട്രീമയൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ശരിക്കും പറയേണ്ടത് ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവുകൾ നമ്മൾ കാണണ്ടേ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ x³ മൈനസ് 3x പ്ലസ് 2 അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x³ ഡെറിവേഷൻ 3x² മൈനസ് 3x ഡെറിവേഷൻ 3 അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ അല്ലേ. 3 പുറത്തേക്ക് എടുത്താൽ x² മൈനസ് 1 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 x² മൈനസ് 1 നമുക്ക് x മൈനസ് 1 ഇൻറ്റു x പ്ലസ് 1 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ. ഞാനൊരു കാര്യം കൂടെ ചെയ്യുകയാണ്. ഇതിൽ നിന്ന് തന്നെ കയ്യോടുകൂടെ ആരെ കൂടെ കണ്ടുപിടിച്ച് വെക്കുകയാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കൂടെ കാണുകയാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² ഡെറിവേഷൻ 6x ആണ്. അതിൽ സംശയമില്ലല്ലോ 6x ആണ് എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു. ഇനി നമ്മളിവിടെ പറയേണ്ടത് എപ്പോഴാണ് ഈ പുള്ളിക്കാരന് റിലേറ്റീവ് മാക്സിമം ഉണ്ടാവുന്നത് എപ്പോഴാണ് റിലേറ്റീവ് മിനിമം ഉണ്ടാവുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കണ്ടേ. ക്രിട്ടിക്കൽ പോയിന്റുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ ക്രിട്ടിക്കൽ പോയിന്റുകൾ കാണാൻ വേണ്ടി ക്രിട്ടിക്കൽ പോയിന്റുകൾ നമ്മൾ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മളവിടെ എന്ത് കാണുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എന്താണത് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ പറഞ്ഞത് എന്തായിരുന്നു ഇത് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 0 ആവുകയും എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് 1 ആവുകയും എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ആവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് 1 ആവുകയും എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ആവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ശരി. ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണ് നമ്മളിവിടെ ഇൻ്റർവെല്ലുകൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയും ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം. വി നീഡ് ടു കൺസിഡർ വെദർ ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്പ് ഓർ കോൺകേവ് ഡൗൺ അല്ലെങ്കിൽ ഏത് ഇൻ്റർവെല്ലിലാണ് അത് കോൺകേവ് അപ്പ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ ആയിട്ടുള്ളത് എന്നാണ്. നമ്മൾ കോൺകേവിറ്റിയുടെ ഡെഫിനേഷൻ പ്രകാരം നമ്മളവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുകയും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 കൊടുക്കുകയും ചെയ്തിട്ടുള്ള എക്സിൻ്റെ വിലകൾ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ ഇൻ്റർവെല്ലാക്കുകയും അതിൽ നിന്ന് കോൺകേവിറ്റി അപ്പോൾ കോൺകേവിറ്റി ഡൗൺ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർവെല്ല് നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 6x ആണ് എന്ന്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 6x എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവുകയും എക്സ് എന്ന് പറയുന്നത് 0 ആവുകയും ചെയ്യും. എക്സ് എന്ന് പറയുന്നത് എന്താവുകയും ചെയ്യും 0 ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻ്റർവെല്ല് നമ്മളൊന്ന് അവിടെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 0 മൈനസ് ഇൻഫിനിറ്റി മുതൽക്ക് ഇൻഫിനിറ്റി വരെ എന്നുള്ള തരത്തിലാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിട്ട് അവിടെ നമ്മുടെ ഇൻ്റർവെല്ല് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽക്ക് 0 വരെയും രണ്ടാമത്തത് 0 മുതൽക്ക് ഇൻഫിനിറ്റി വരെയും
നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുകയോ ലെസ് ദാൻ 0 ആവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ 6x ആണ്. 6x -∞ മുതൽക്ക് 0 വരെയുള്ള 0-ൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന ഒക്കെ എന്തായാലും നെഗറ്റീവ് ഉത്തരങ്ങളായിരിക്കും, നെഗറ്റീവ് മൂല്യങ്ങളായിരിക്കും. അപ്പോൾ നെഗറ്റീവായിട്ട് എക്സിന് വില കൊടുത്താൽ ഈ 6 × x എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഉത്തരമല്ലേ വരിക. സോ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് കോൺകേവ് എന്തായിരിക്കും, ഡൗൺ ആയിരിക്കും. കോൺകേവ് ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ 0 to ∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വില ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 6x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ 0 മുതൽക്ക് ∞ വരെയുള്ള പോയിന്റിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ ആ പുള്ളിക്കാരൻ അവിടെ എന്തായിരിക്കും, കോൺകേവ് അപ്പായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പറയുകയാണ് എങ്കിൽ നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത് എന്താണ്, -∞ മുതൽക്ക് 0 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ പുള്ളിക്കാരൻ കോൺകേവ് ഡൗൺ ആവുകയും 0 മുതൽക്ക് ∞ വരെയുള്ള പീരീഡിൽ ഈ പുള്ളിക്കാരൻ കോൺകേവ് അപ്പ് ആവുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇൻ്റർവെല്ലിൽ 0 -∞ ഇവിടെ വെച്ച് ഈ 0 to ∞ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്, കോൺകേവ് ഡൗൺ ആവുകയും ഇവിടെ വെച്ച് ഈ പുള്ളിക്കാരൻ എന്താവുകയും ചെയ്യുന്നു, കോൺകേവ് അപ്പ് ആവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫങ്ഷൻ ഗ്രാഫ് പോകുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത്. ഇനി നമ്മളവിടെ എന്ത് കാണണം, നമ്മൾ ഇപ്പോൾ കോൺകേവിറ്റി പറഞ്ഞു, ഇനി നമുക്ക് റിലേറ്റീവ് എക്സ്ട്രീമുകൾ കാണാം അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് അവിടെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താ പറയുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ കണ്ടീഷനുകൾ എങ്ങനെയായിരുന്നു, നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കാണാൻ പഠിച്ചത് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് =0 കൊടുക്കുന്ന പോയിന്റിൽ ശരി, നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് എഴുതിയില്ല അല്ലേ. നമ്മളിവിടെ കാണാൻ പോകുന്നത് റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റുകളെ കുറിച്ചാണ്. എപ്പോഴാണ് റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം ഉണ്ടാവുക എന്നാണ് പറയണത്, ഈഫ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് =0 ആകുമ്പോഴോ ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അവിടെ റിലേറ്റീവ് മിനിമം ഉണ്ടാകും അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് =0 ആവുകയും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആവുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു റിലേറ്റീവ് മാക്സിമം പോയിന്റ് ഉണ്ടാവും അറ്റ് എക്സ് നോട്ട് എന്നാണ് പറയണത്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് =0 ആണെങ്കിൽ ആ റിസൾട്ട് ഇൻകൺക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് നോക്കൂ, എഫ് ഡാഷ് ഓഫ് എക്സ് =0 ആകുന്ന പോയിന്റുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴാണ് 0 ആവുക നമ്മൾ എഴുതിയിട്ടുണ്ട്. എപ്പോഴാണ് 0 ആവുക, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളെ =0 ആകുന്നത് എക്സ് -1,1 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുപോലെ തന്നെ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് RX ആണ് നമ്മൾ കണ്ടുപിടിച്ചും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ഈ 2 പോയിന്റുകളല്ലേ, ഈ -1 1, അതുപോലെ തന്നെ ഈ 2 പോയിന്റുകളിലല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ശ്രദ്ധിക്കൂ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് =-1 കാണണം. അതുപോലെ തന്നെ
എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താണ് എന്നും കാണണം. അപ്പോൾ 6 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ -1 സോറി 6 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 ആണ്. ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0 എന്ന് നമുക്കറിയാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് 6 ഇൻറ്റു 1 ആണ്. 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയണത് എന്താ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ശ്രദ്ധിക്കുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ നമ്മൾ പറയണത് ആരുണ്ടാവും എന്നുള്ളതാണ്, റിലേറ്റീവ് മിനിമം ഉണ്ടാകും അറ്റ് നമ്മുടെ പോയിന്റ് ആരാണ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ. അതുപോലെ തന്നെ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളത് റിലേറ്റീവ് മാക്സിമം ആണ്. മാക്സിമം അറ്റ് എക്സ് എന്നുള്ള പോയിന്റ് ഏതാ, -1 ആണ്. അപ്പോൾ റിലേറ്റീവ് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1 എന്നും കിട്ടി, റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഗ്രാഫ് കണ്ടുപിടിക്കണമെങ്കിൽ y കോർഡിനേറ്റും കൂടെ വേണം അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇതിനെ നമ്മൾ ഒന്നും കൂടെ രസകരമായി പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് y ആരാണ്, നമുക്കറിയാം y എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനാണ് അല്ലേ. y എന്ന് പറയുന്നത് ആരാ, എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 2 ആണ്. അതിന് എക്സിന് പകരം 1 എന്നിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക, y എന്ന് പറയുന്ന ആൾ ആരായിട്ട് മാറും, y എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബ്, ഇത് ക്യൂബാണ് കേട്ടോ മക്കളെ, ക്യൂബ് മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് വരും. 1ൻ്റെ ക്യൂബ് 1 ആണ്, -3 ഇൻറ്റു 1 3 ആണ്, 3 പ്ലസ് 2 എന്ന് വരും അല്ലേ. 1 - 3 പ്ലസ് 2 എന്ന് പറയുന്നത് 2 പ്ലസ് 1 3, 3 - 3 0 എന്ന് വരും. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് 1 ആകുന്ന സമയത്ത്, ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറയുന്ന ആള് 1 ആകുന്ന സമയത്ത്, എക്സ് എന്ന് പറയുന്ന ആൾ 1 ആകുന്ന സമയത്ത് y എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആകുന്നു. എക്സ് എന്ന് പറയുന്ന ആൾ 1 ആവുന്ന സമയത്ത് y എന്ന് പറയുന്ന ആൾ 0 ആകുന്നു. അതൊരു പോയിന്റാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ നമ്മളവിടെ മുകളിൽ ഒരു കണ്ടീഷനും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്തായിരുന്നു, റിലേറ്റീവ് മാക്സിമം ഏത് പോയിന്റിലാണ്, എക്സ് ഈക്വൽ ടു -1 അല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് നോക്കി നോക്കൂ, റിലേറ്റീവ് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1 എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ, റിലേറ്റീവ് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1 ആണെന്നുണ്ടെങ്കിൽ എക്സിന് -1 ഇട്ട് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു എഫ് ഓഫ് എക്സിൻ്റെ വില കിട്ടില്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y അല്ലേ. y എന്ന് പറയുന്ന ആൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെയായിരുന്നില്ലേ, എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 2 എന്നുള്ള സാധനത്തിൽ നമ്മൾ എക്സിന് -1 ഇട്ട് കൊടുത്താൽ y എന്ന് പറയുന്നത് ആരായിരിക്കും, -1ൻ്റെ ക്യൂബ് -3 ഇൻറ്റു -1 പ്ലസ് 2 എന്നായിട്ട് മാറില്ലേ, മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ട് മാറും, y -1ൻ്റെ ക്യൂബ് -1 -3 -1 മൾട്ടിപ്ലൈ ചെയ്താൽ +3 പ്ലസ് 2 എന്ന് വരും. -1 പ്ലസ് 3 പ്ലസ് 2 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്താ വരിക, 2 - 1 എന്ന് വരും. 3 പ്ലസ് 1 4 എന്ന് വരും. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന പോയിന്റ് -1 ആകുന്ന സമയത്ത് y എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 4 ആവുന്നു. എക്സ് എന്ന് പറയുന്നത് -1 ആകുമ്പോൾ പോയിന്റ് മറ്റേ ആൾ ആരാണ്, 4 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനു വേണ്ട കുറച്ചൊക്കെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. കുറച്ച് ആൾക്കാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ അവസാനം കിട്ടിയിട്ടുള്ള 2 ആൾക്കാർ എന്തായാലും ഓർമ്മയിലുണ്ടാവും അല്ലേ. അവസാനം കിട്ടിയിട്ടുള്ള ആളുകളിൽ ഒരാൾ എന്ന് പറയുന്നത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയതായിരുന്നു. ഇപ്പോൾ റിലേറ്റീവ് മാക്സിമത്തിൽ നിന്നും മിനിമത്തിൽ നിന്നും -1,4 അതുപോലെ തന്നെ 1,0
ഇയാൾ 2 ആൾക്കാരെയും നമുക്ക് എന്തായാലും ഓർമ്മയുണ്ട്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ കഥയൊക്കെ പറഞ്ഞ് ചോദ്യം വന്നപ്പോൾ -2,0 1,0 എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട് അല്ലേ. മറ്റ് 2 പോയിന്റുകളായിരുന്നു -2,0 1,0. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന കഥയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് എഴുതി വയ്ക്കാം. എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന കഥയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള 2 ആൾക്കാരാണ്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് -2,0, രണ്ടാമത്തെ ആൾ 1,0 എന്ന് പറയുന്ന ആൾ. ഇനി അതേപോലെ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. ഇതിനപ്പുറത്തേക്ക് ഇനി ആരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ 2 ആൾക്കാരെ കൂടെ കിട്ടിയില്ലേ. അതിന് ശേഷം നമ്മൾ വൈ ഇൻ്റർസെപ്റ്റിൻ്റെ കഥ പറഞ്ഞ സമയത്ത് വൈ ഇൻ്റർസെപ്റ്റിൽ നിന്ന് നമ്മൾ 0,2 എന്ന് പറയുന്ന ഒരാളെ നമ്മളവിടെ പരിഗണിച്ചിട്ടുണ്ട്. 0,2 എന്ന് പറയുന്ന ആളെ നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ നമ്മളിവിടെ എഴുതണ്ടേ, 0,2 എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 0,2. ഇനി ആരെങ്കിലും നമുക്കിവിടെ ഇനി പോയിൻ്റായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടോ? പോയിൻ്റായിട്ട് കിടക്കുന്ന നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള, പിന്നെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇൻക്രീസിങ് ആണ്, കോൺകേവിറ്റി ആണ്, കോൺകേവ് ഡൗൺ ആണ്, കോൺകേവ് അപ്പ് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് അവിടെ ക്രോഡീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? നമ്മളവിടെ പറഞ്ഞത്, നമ്മളവിടെ നേരത്തെ നമ്മൾ എഴുതിയ സമയത്ത് നമ്മളവിടെ പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, -∞ നിന്ന് -1 പോകുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ ഇൻക്രീസിങ് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു. -1 മുതൽക്ക് 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ ആ പുള്ളിക്കാരൻ ഡിക്രീസിങ് ഫങ്ഷൻ ആവുകയും 1 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള പോയിന്റിൽ ആ പുള്ളിക്കാരൻ ഇൻക്രീസിങ് ഫങ്ഷൻ ആവുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ കോൺകേവിറ്റിനെ കുറിച്ച് സംസാരിച്ച സമയത്താണ് നമ്മൾ പറഞ്ഞത്, അതവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് -∞ നിന്ന് 0 ദെൻ ഇൻഫിനിറ്റി ആയിരുന്നു അല്ലേ. എന്ന് വെച്ചാൽ -∞ മുതൽക്ക് 0 വരെയുള്ള ഭാഗത്ത് ആ പുള്ളിക്കാരൻ കോൺകേവ് ഡൗൺ ആവുകയും, കോൺകേവ് എഴുതിയില്ല അത് വേണ്ട, കോൺകേവ് ഡൗൺ ആവുകയും 0 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള ഒരു പീരീഡിൽ, 0 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള പീരീഡിൽ ആ പുള്ളിക്കാരൻ കോൺകേവ് അപ്പാവുകയും ചെയ്യാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ജനറലി കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മുടെ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക വേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ പ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം, ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനതൊന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു എക്സ് ആക്സിസ് വേണം, വൈ ആക്സിസ് വേണം. എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് തിരിച്ചാട്ടാ പറയണത്, വരച്ചു. ഞാൻ ആരോ മാർക്ക് ഇടണ്ട, ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് പോകേണ്ടി വന്നാലോ അല്ലേ. അപ്പോൾ നമ്മളിവിടെ 1, 2, 3, 4, ഇവിടെയാണെങ്കിൽ -1, -2, -3, -4. മുകളിലേക്ക് പോകുമ്പോഴും നമുക്ക് അത്തരം വാല്യൂസ് ആവശ്യമുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ. ഞാൻ നീട്ടി ഒന്ന് വരച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ 1, 2, 3 വരെ പോകുന്നുള്ളൂ, ഓക്കെ ഫൈൻ. ഇനി അതേപോലെ തന്നെ ഇതിനെ താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് ഇതേപോലെ തന്നെ -1, -2, -3, -4 എന്നിങ്ങനെ ആരോ മാർക്ക് ഞാനിവിടെ വരയ്ക്കാം. എന്തായാലും -4 എന്നിങ്ങനെ ഞാൻ ഗ്രാഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനൊരു മിനിറ്റ് താഴത്തേക്ക് ഇറക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ.
ശരി, അടിപൊളി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് വേണ്ട പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പണി. 4 നേരെ വേണ്ട 5ഉം കൂടെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ശരി, നമ്മൾ നേരത്തെ അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള പോയിന്റുകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ അതിലാദ്യം പറഞ്ഞിട്ടുള്ള നിങ്ങളിതൊന്നൊരു പേപ്പറിലേക്ക് എടുത്ത് എഴുതൂ, എന്നാൽ എനിക്ക് എളുപ്പമായി, കുറച്ചും കൂടെ എളുപ്പത്തിൽ പ്ലോട്ട് ചെയ്യാമല്ലോ. ആദ്യത്തെ പോയിന്റ് -1,4, പിന്നെ നെക്സ്റ്റ് 1,0, -2,0, -1,0, 0,0.2 എന്നുള്ള ഇത്രയും പോയിന്റുകൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം. ശരി, നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് -1,4 -1ഉം 4ഉം എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. -1,4 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് -1 കിടക്കുന്നത്. 4ലേക്ക് എത്തുന്ന സമയത്ത് നിയർലി ഇതായിരിക്കും ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള, ഞാനിതിനെ A എന്ന് ഞാൻ മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ശരിയാവില്ല, എനിക്ക് മൊത്തത്തിൽ ഇതിൽ എഴുതാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് A എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് -1,4 ആണ് കേട്ടോ. A എന്ന് പറയുന്ന പോയിന്റ് -1,4 എന്നുള്ള പോയിന്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് 1,0 നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1,0 ആണ്. 1,0 എന്ന് പറയുന്നത് ഇതാണ് പോയിന്റ്. എക്സ് ആക്സിസിൽ 1ലും വൈയിൽ 0 എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ദാറ്റ് പോയിന്റ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിച്ചു. അപ്പോൾ ബി എന്ന് പറയുന്ന നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് 1,0 എന്ന് പറയുന്ന പോയിന്റാണ്. ഇനി ഇവിടെ അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് -2,0 ആണ്. -2,0 എന്ന് പറയുന്നത് അഗെയിൻ ഇതാണ് പോയിന്റ് അല്ലേ, ഇതാ, ദിസ് വിൽ ബി ദ പോയിന്റ്. ഇതിനെ ഞാൻ സി എന്ന് വിളിച്ചു. സി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ ആരാണ്? സി എന്ന് പറയുന്ന പോയിന്റ് -2,0 ആണ്. ഇനി അതേപോലെ അടുത്തൊരു പോയിന്റും കൂടെ ഉണ്ടാവുമല്ലോ. ഡി എന്ന് പറയുന്ന പോയിന്റ് 0,2 ആണ്. എക്സ് ആക്സിസിൽ 0 ആവുകയും വൈയിൽ 2 ആവുകയും ചെയ്യുന്നു പറയുമ്പോൾ ഇതാണ് പോയിന്റ്. ഈ പോയിന്റിനെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? 0 അതിലെഴുതും ചെയ്തു, ഞാൻ ഓർമ്മയില്ലാതെ. ശരി, 0,2 എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4 പോയിന്റിലൂടെ കടന്നു പോകുന്ന ഗ്രാഫ് എന്ന ഐഡിയയാണ് നമുക്കുള്ളത് അല്ലേ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഇൻ്റർവെല്ല് പ്രകാരം ഇപ്പോൾ ഈ 4 ഇതിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ ശരിക്കും എങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ ഞാനിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്നും ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രാഫ് സ്വഭാവമായിരിക്കും കാണുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അത് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, -∞ നിന്ന് -1ലേക്ക് എത്തുന്ന സമയത്ത്, -∞ മുതൽക്ക് -1ലേക്ക് എത്തുന്ന സമയത്ത് 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ പുള്ളിക്കാരൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. -∞ നിന്ന് 1ലേക്ക് എത്തുന്ന ഈ ഭാഗം വരെ നമ്മുടെ പുള്ളിക്കാരൻ ആരാണ്? നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി അതേപോലെ -1 മുതൽക്ക് 1 വരെ, -1 എന്നുള്ള പോയിന്റ് മുതൽക്ക് -1 മുതൽക്ക് 1 വരെയുള്ള റീജിയണിൽ ആ പുള്ളിക്കാരൻ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അയാൾ ആരായിട്ടാണ് കാണുന്നത്? ഇവിടെ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഇനി അവിടുന്ന് അങ്ങടെ 1 മുതൽക്ക് ഇൻഫിനിറ്റി വരെ, 1 മുതൽക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഞാനവിടെ പരിഗണിക്കുന്നത് ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്ത്, 1 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള ഈ ഭാഗത്ത് നമ്മുടെ f(x) എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ അവിടെ ഓൾറെഡി മെൻഷൻഡ് ആണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലായതാണ് അല്ലേ, അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺകേവിറ്റി അപ്പ്, കോൺകേവിറ്റി ഡൗൺ പറഞ്ഞു. 0ൻ്റെ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ആ പുള്ളിക്കാരൻ കോൺകേവ് ഡൗൺ ആണ്, ശരിയല്ലേ? 0ൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ കോൺകേവിറ്റി ഡൗൺ ആണ് എന്നുള്ള കാര്യം അവിടെ ഓൾറെഡി മെൻഷൻഡ് ആണ് അല്ലേ? ആണ്. 1 minute, a single time for me.
അല്ലേ? ഇതാ -0ൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ കോൺകേവ് ഡൗൺ ആണെന്നാണ് പറയുന്നത്. ഈ ഗ്രാഫ് കോൺകേവ് ഡൗൺ സ്വഭാവം കാണിക്കുന്ന ആളാണ്. 0ൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പുള്ളിക്കാരൻ എന്ത് സ്വഭാവം കാണിക്കുന്നുണ്ട്? ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഈ പുള്ളിക്കാരൻ എന്ത് സ്വഭാവമാണ് കാണിക്കണത്? കോൺകേവ് അപ്പ് എന്നുള്ള സ്വഭാവമാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രാഫ് വരയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഒന്ന് മൊത്തത്തിലൊന്ന് ചെയ്ത് നോക്കുക മക്കളെ, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക്